ഹലോ ഹലോ. വിശ്വ. ആ വരാം, ഇന്ന് വരാം. ആ ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് വരാം കേട്ടോ. നീ അവിടെ നിൽക്ക്. ആയി. ശരി. ആ ഇപ്പം തൽക്കാലം ബുക്ക് ചെയ്യാം. തൽക്കാലം സേലത്തേക്കല്ലേ വണ്ടി കിട്ടും. കിട്ടിയിട്ട് എങ്ങനെ വരാമെന്ന്. ആയി, ശരി, വെക്കുന്നേ. ആയി. ഒന്നുകൂടെ സേലത്തേക്ക് പോകേണ്ടി വരും. വേറെ സ്ഥലത്തെ വിഷയമാണ് വിളിച്ചത്. ശ്രീനിത്തിന് എന്തോ പ്രശ്നം. എന്തായാലും സ്ഥലത്ത് പോകുന്നല്ലേ. ചെക്കന് മോനെന്തോ ഒരു ടെക്സ്റ്റ് ബുക്ക് വേണമെന്ന് പറയുന്നുണ്ടായി. എന്ത് ടെക്സ്റ്റ് ബുക്കാണെന്തോ. 5ാം ക്ലാസ്സിലേക്ക് പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വെറുതെ ഒരു ഉപദേശം യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടാവല്ലേ. നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പോൾ ഞാൻ സേലത്ത് പോയിട്ട് ശ്രീനിത്തിനെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിട്ട് വരാം. എന്താണെന്നിപ്പോൾ എന്തോ ഒരു സംശയം ഉണ്ടോ, സംശയം തീർത്തിട്ട് വരാം. എന്താണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്? മോനോട് എന്നാ ചോദിക്കാം. മോനെ നേരത്തെ എണീച്ചു. മോനോടൊന്ന് ചോദിച്ചേക്കാം എന്താണെന്നത്. ഞാൻ ഇന്ന് സ്ഥലത്ത് പോകുന്നുണ്ട്. നീ ഏതോ ഒരു ബുക്ക് വന്നു കഴിഞ്ഞിട്ട്. ഏത് ബുക്ക്? ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഇന്ത്യൻ നോളജ് സിസ്റ്റം കൊണ്ടുവരാട്ടാ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ഗുരു നമഃ. അത് ആ പുതിയ ബുക്ക് എന്തിനാണ് വേണമെന്ന് പറഞ്ഞത്? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. NEP 2020. അത് NEP 2020 പുതിയ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അത് ഇപ്പോൾ എല്ലാത്തും ഉണ്ട്. സ്കൂളിലും ഹൈസ്കൂളിലെല്ലാം ഉണ്ട്. പുതിയ കാര്യങ്ങൾ പഠിച്ച്. ക്യാമറേൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയെന്ന് തോന്നുന്നു. ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. ശ്രീനിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്കിളെ ഒന്ന് മുടിയെല്ലാം ഡൈ ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞ്. എന്തോ ദുരുദ്ദേശമുണ്ട് ചെക്കന്. എന്തായാലും ഞാൻ ഡൈ ചെയ്യാൻ പോകുന്നില്ല. തൊട്ടടുത്ത് തന്നെ ഇട്ട് കുഴപ്പമില്ല. അങ്ങനെ. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടായിരിക്കും അല്ലേ. കഴിഞ്ഞ ഒരു നമ്മൾ ക്രിസ്ത്യൻ്റെ ഒരുത്തൻ കണ്ടെന്നാറിൻ്റെ വാക്കും കേട്ട് കണ്ടം പോയി പറഞ്ഞത് ഈ കണ്ടം തന്നെയത്. എൻ്റെ ചെക്കനെയാണ് അന്ന് അവർ കൊടുക്കാൻ നോക്കിയത്. കുടുങ്ങിയിട്ടില്ല. ശരി എന്നാൽ. നടന്നിട്ട് പോകേണ്ട ദൂരെയല്ലോ. ബൈക്കിൽ പോയേക്കാം. രസമല്ലേ അങ്ങനെ ബൈക്ക് എടുക്കുന്നത്. ഇത് ബണ്ടാൾ നടന്ന സ്ഥലമാണ് കേട്ടോ. DC റോഡ് എന്ന് പറയും. ഞാനിവിടെയാണ് താമസം. എൻ്റെ ജോലിയുടെ തൊട്ടടുത്താണ്. ഇവിടെയാണ് എൻ്റെ താമസം. ഞാനും എൻ്റെ ഭാര്യക്കെല്ലാം ഇവിടെ തന്നെയാണ് ജോലി. അപ്പോൾ എന്തായാലും ശ്രീനിത്ത് എന്തോ ദുരുദ്ദേശം വെച്ചിട്ടാണ് ഡൈ ചെയ്യാൻ പറഞ്ഞ്. എന്തായാലും ഡൈ ചെയ്തേക്കാം. എൻ്റെ സ്വന്തം സ്ഥിരം ഷോപ്പുണ്ട്. ഡൈ ചെയ്തേക്കാം. വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? കറക്കുന്നുണ്ട്. അരമണിക്കൂറായി. കറുത്തു. കറുത്തു. ഡൈ തേച്ചാൽ പറമ്പത്ത് പോയി കുളിക്കണം എന്നാണ് പുതിയ പഴഞ്ചൊല്ലാണ് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയത്. ഇതിൽ പറ്റ കുളിമുറിയിൽ പറ്റ കറുപ്പ് പെയിൻ്റാന്ന് പറയും. അപ്പോൾ പറമ്പത്ത് കുളി. കറുത്തില്ല, നല്ലോണം കറുത്തിട്ടുണ്ട്. നല്ല മഴ വരുന്ന പോലെയുണ്ട്. പെയ്യിട്ട് ഞങ്ങൾക്ക് എന്തായാലും വൈകുന്നേരം വണ്ടി സേലത്തേക്ക്. അങ്ങോട്ട് ടിക്കറ്റ് കിട്ടി എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട്. തിരിച്ചിങ്ങോട്ട് കാണുന്നില്ല. വിശ്വത്തോടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാം. നോക്കാം. ഇല്ലെങ്കിൽ നാളെ തത്കാലം. കറുത്തതാണെന്ന് വെളുത്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും വിശ്വനാൾ കൊള്ളാം. ഓനങ്ങ് ബുക്ക് ചെയ്ത് തന്നു. അതാ ഈ പറഞ്ഞിട്ട് വെക്കുമ്പോഴേക്ക് ഓനങ്ങനെ തപ്പിപ്പിടിച്ചിട്ട് സംഭവം ബുക്ക് ചെയ്തു. അപ്പോൾ എന്ന് കരുതിക്കൂട്ടിയെന്ന് എന്നെ അടുത്തേക്ക് എത്തിച്ചിട്ടേ അടങ്ങും ഇവർ. ഞാൻ ഓരോ കാരണം പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുന്നത്. അവരെന്നെ അടുത്തേക്ക് എത്തിച്ചേ അടങ്ങുമെന്ന്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുന്നത്. ബാക്കി പാർട്ട് 2 ആയിട്ടിടാം. സേലത്തിൽ അങ്ങോട്ട് പോകുന്നതും ആടുന്നില്ല കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ഇതായിട്ടിടാം. അപ്പോൾ ആ ശ്ലോകം എഴുതുന്ന ചേർത്തേക്കാം. ഇപ്പോൾ തൽക്കാലം ഇതായിട്ട് ശ്ലോകമായിട്ട് കിടക്കട്ടെ. സേലം